എല്ലാവർക്കും PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഈ PYQ സീരീസിനകത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 2020 വർഷത്തിൽ PSC കെമിസ്ട്രി എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ നിന്നും വിവിധ ടോപ്പിക്കുകളിലായിട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ആ ചോദ്യങ്ങളെല്ലാം നമ്മൾ ടോപ്പിക് വൈസ് ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷനോടുകൂടി പഠിച്ചു പോകാനായിട്ട് പോവാണ്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ ആറ്റം, ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ അഥവാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അതേപോലെ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ്, ഈ 3 ടോപ്പിക്കിൽ നിന്നും 2020 വർഷത്തിൽ PSC ഓൺലൈൻ എക്സാമും ഓഫ്ലൈൻ എക്സാമും ടെക്നിക്കൽ പരീക്ഷകളും ഇവയിലൊക്കെ ആയിട്ട് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം തന്നെ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകല്ലേ. ആദ്യമായിട്ട് ആറ്റം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമാണ്. അപ്പോൾ നമുക്കറിയാം ഈ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്കാണ് ആറ്റം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ആറ്റത്തിൽ നിന്നും ആദ്യത്തെ ചോദ്യം. ആറ്റം എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത് എന്നാണ് ചോദ്യം. ഇത് 003 2020 LD ക്ലർക്ക് പരീക്ഷയ്ക്ക് SR4ST എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് എപ്പോഴും പരീക്ഷയ്ക്ക് നമ്മളൊരു ചോദ്യത്തെ നേരിടുന്ന സമയത്ത് ഏത് രീതിയിൽ വേണം നമ്മൾ PYQs പഠിച്ചു പോകാനായിട്ട്? ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം കാണുന്ന സമയത്ത് പരീക്ഷാ ഹാളിൽ നമ്മൾ ഏത് തരത്തിൽ തെറ്റിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വേണം, അല്ലേ? ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. അതായത് ഓരോ ചോദ്യത്തിലും PSC ഒരു കുരുക്ക് വെച്ചിട്ടുണ്ടാവും. ആ കുരുക്ക് എന്ത് എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, അതാണ് ചോദ്യം. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷെ എപ്പോഴും നമുക്കറിയാവുന്ന അല്ലെങ്കിൽ പൊതുവേ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഈ ആറ്റത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു യൂണിറ്റാണ് ആങ്സ്ട്രം എന്ന് പറയുന്നത്. ഈ ആങ്സ്ട്രം എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ വലിപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ്. അഥവാ നമ്മൾ ഈ മൈക്രോവേവുകളൊക്കെ ഉണ്ടല്ലോ, അതായത് പ്രകാശ തരംഗങ്ങൾ, അതേപോലെ തന്നെ ദൃശ്യപ്രകാശത്തിൻ്റെ ആ ഒരു മേഖല, ഇവയുടെയൊക്കെ വേവ് ലെങ്ത്തുകൾ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ആ വേവ് ലെങ്ത്തുകൾ അളക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ആങ്സ്ട്രം എന്ന് പറയുന്നത്. ഈ ആങ്സ്ട്രമാണ് ആറ്റത്തിൻ്റെ വലിപ്പം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ അത് കൊടുത്തിരിക്കുക. നമുക്കത് തെറ്റിക്കാനുള്ളൊരു പ്രവണത നമുക്കുണ്ടാവും, അല്ലേ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ്, ഫെർമിയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം ചോദ്യം എന്താണ്? ആറ്റത്തിൻ്റെ ആണോ? അല്ല, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ചോദ്യം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഉത്തരം അപ്പോൾ എന്താണ്? ഓപ്ഷൻ D എന്ന് പറയുന്നതാണ്, ഫെർമിയാണ്. അപ്പോൾ ഈ ഫെർമിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം എന്താണ് എന്നുള്ളത്, അല്ലേ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം പറയാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഫെർമി. അത് നമുക്ക് മനസ്സിലായി. ഒരു ഫെർമി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്ററിന് തുല്യമാണ്. ഒരു ഫെർമി എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻15 എന്ന് പറയുമ്പോൾ 1 ഇങ്ങനെ എഴുതുക, ഡിവൈഡഡ് ബൈ 1 എഴുതിയിട്ട് ഇവിടെ 15 പൂജ്യം നമ്മൾ ഇടുക. അത്രയും ചെറുതാണ് എന്താണ് ഈ പറയുന്ന ഒരു ഫെർമി എന്ന് പറയുന്നത്. ഇനി ആറ്റത്തിൻ്റെ വലിപ്പം അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ആങ്സ്ട്രം എന്ന് പറയുന്നത്. 1 എന്ന് എഴുതുക, എന്നിട്ട് A⁻2 ഇങ്ങനെ ഒരു സാധനം, ഈ ഒരു സൂപ്പർസ്ക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലാണ് നമ്മൾ ആങ്സ്ട്രത്തെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ്. അതായത് 1 എന്ന് എഴുതുക, ഡിവൈഡഡ് ബൈ ഇങ്ങനെ എഴുതിയിട്ട് 10 പൂജ്യങ്ങൾ ഇങ്ങനെ ഇട്ട് പോവുക. അപ്പോൾ നമുക്ക് 10⁻⁻10 മീറ്റർ ആണ് ഒരു ആങ്സ്ട്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ള മറ്റ് യൂണിറ്റുകൾ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്സിലുള്ളതാണ്, അല്ലേ? ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ബലത്തിൻ്റെ യൂണിറ്റാണ്. ബലം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അടുത്തത് വെബർ ആണ്. വെബർ എന്ന് പറയുന്നത് കാന്തിക ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ് വെബർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടെത്തിയിട്ടുള്ളത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലിപ്പം അളക്കുന്ന ഈ ഫെർമി എന്ന് പറയുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, ഫെർമി എന്ന് പറയുന്ന യൂണിറ്റ് എൻറിക്കോ ഫെർമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് ആ യൂണിറ്റിന് അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. ആദ്യമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ന്യൂക്ലിയർ റിയാക്ടർ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് എൻറിക്കോ ഫെർമി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ യൂണിറ്റിന് ഈ പേര്. ഓക്കെ, ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിനകത്ത് നമുക്ക് കുറേയധികം ഉപ ആറ്റോമിക കണങ്ങളുണ്ട്, സബ് ആറ്റോമിക് പാർട്ടിക്കിളുകളുണ്ട്, അല്ലേ? അതിനകത്ത് ആദ്യമായിട്ട് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്,
പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പോസിറ്റീവ് അല്ലേ. ഇനിയുള്ളത് ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിനാണെങ്കിൽ ചാർജ് ഇല്ലാണ്. ഈ പറയുന്ന ന്യൂക്ലിയസിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോൺ ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുമുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് നോക്കിയാൽ എത്ര വരും? പോസിറ്റീവ് വരും. കൂടുതൽ ആൾക്ക് ചാർജ് ഇല്ലല്ലോ. ഇനി ഇതിനെ ചുറ്റി സഞ്ചരിക്കുന്ന ആളുകളാണ് ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇലക്ട്രോണുകൾ ഇതിനകത്തുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആറ്റത്തിൻ്റെ ചാർജ് എന്താണ്? ഇവരൊക്കെ ഇതിനകത്തുണ്ടല്ലോ, നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ആറ്റത്തിൻ്റെ ആകെ മൊത്തമുള്ള ചാർജ് എത്രയാണ് എന്ന് ചോദിച്ചാൽ അതെന്താവും? ആറ്റം എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ആറ്റം എന്ന് പറയുന്നത്. കാരണം എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര ഇലക്ട്രോണും ഉണ്ടാവും. അപ്പോൾ ആകെ മൊത്തം വെട്ടിപ്പോയി ഇലക്ട്രിക്കലി ന്യൂട്രലായിട്ട് മാറും നമ്മുടെ ആറ്റം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ന്യൂക്ലിയസിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 10⁻⁻15 ആണെങ്കിൽ ആറ്റത്തിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് 10⁻⁻10 ആയിരിക്കും. ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം വലിയൊരു ഫുട്ബോൾ സ്റ്റേഡിയമാണ് നമ്മുടെ ആറ്റമെങ്കിൽ ന്യൂക്ലിയസ് ഒരു ചെറിയ ബ്ലൂബെറിയുടെ അത്ര വരും. അത്രയുമാണ് അവർ തമ്മിലുള്ള വലിപ്പ വ്യത്യാസം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 005/2020 ഡ്രെഡ്ജർ ക്ലീനറിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം? ന്യൂക്ലിയസ് ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ വെച്ചിട്ട് നിർത്തിയിരിക്കുകയാണ്. ന്യൂക്ലിയസ് എന്തിൻ്റെയോ സെൻട്രൽ പാർട്ടാണ്, എന്തിൻ്റെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ചോദ്യത്തിലേ നമ്മളത് പരിചയപ്പെട്ടില്ലേ? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്തിൻ്റെ സെൻട്രൽ പാർട്ടാ? ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷനകത്ത് ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഉത്തരം എന്താണ്? ആറ്റമാണ്. ആറ്റത്തിൻ്റെ സെൻട്രൽ പാർട്ടാണ് ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂക്ലിയസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ആറ്റത്തിൻ്റെ സെൻട്രൽ കിടക്കുന്ന ആളാണ് എന്ത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. ആറ്റത്തിൻ്റെ ആകെ മൊത്തം മാസ് മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിനകത്താണ്. ആറ്റത്തിൻ്റെ മൊത്തമുള്ള മാസം എവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു? ന്യൂക്ലിയസിനകത്ത്. ഇപ്പോൾ കോമൺ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആറ്റത്തിനകത്തുള്ള സബ് ആറ്റോമിക് പാർട്ടിക്കിളുകൾ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാസ് ഉള്ളത് ന്യൂട്രോണിനാണ്. അത് കഴിഞ്ഞാൽ പ്രോട്ടോണിനാണ്. ഏറ്റവും മാസ് കുറവ് ഇലക്ട്രോണിനാണ്. ഈ മാസ് കൂടിയ രണ്ടാളുകളും എവിടെയുണ്ട്? ന്യൂക്ലിയസിനകത്തുണ്ട്. അപ്പോൾ ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? ആറ്റത്തിൻ്റെ മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ആയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അത്രേ ഉള്ളൂ. ഇലക്ട്രോൺ എന്താ ചെയ്യുന്നത്? ന്യൂക്ലിയസിനെ ചുറ്റി ഇതേപോലെ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. Therefore, while neutrons and protons are part of the nucleus. ഇപ്പം എന്താണ്? ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന ആളുകൾക്ക് കെമിസ്ട്രിയിൽ നിന്നും ഒരേ ടോപ്പിക്കിൽ നിന്നും അടുത്ത ചോദ്യം വരികയാണ് അല്ലേ. അപ്പോൾ നോക്കാം. ദ ഇലക്ട്രോൺ ഈസ് ഡാഷ് ടൈംസ് ലാർജർ ഇൻ ഡയമീറ്റർ ദാൻ ദ പ്രോട്ടോൺ. പ്രോട്ടോണിനെ അപേക്ഷിച്ച് ഇലക്ട്രോൺ എത്രയോ ടൈംസ് വലുതാണ് ഇൻ ഡയമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചോദ്യം നമ്മൾ നേരിടുന്ന സമയത്ത് നമുക്ക് എപ്പോഴും തോന്നുന്ന, അല്ലെങ്കിൽ ഒരു ചോദ്യം കാണുന്ന സമയത്ത് നമുക്ക് തെറ്റിപ്പോണ ഭാഗം എന്നുകൂടെ ആലോചിക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോണിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ന്യൂട്രോണിനെ സംബന്ധിച്ചിടത്തോളം മാസ് കുറവുള്ള ഒരാളാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്താവും? ഇലക്ട്രോൺ ഒരു ചെറിയ സാധനം എന്ന് നമ്മുടെ മൈൻഡിലേക്ക് ഒരു അറിയാതെ ഒരു ഇമേജ് നമുക്ക് കടന്നു വരും അല്ലേ. പക്ഷേ ഡയമീറ്ററുടെ അടിസ്ഥാനത്തിൽ നോക്കിയേ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഡാഷ് ടൈം ലാർജർ ഇൻ ഡയമീറ്റർ ദാൻ പ്രോട്ടോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോട്ടോണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോൺ എന്താണ്? ഡയമീറ്ററിൽ വലുതാണ്, 3 ടൈംസ് വലുതാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? 3 മടങ്ങ് വലുതാണ് ഇലക്ട്രോൺ പ്രോട്ടോണിനെ കാട്ടിലും. എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ആൻ ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ടു ബി അപ്രോക്സിമേറ്റ്ലി 3 ടൈംസ് ദാറ്റ് ഓഫ് എ പ്രോട്ടോൺ. ക്ലിയർ ആണല്ലോ? ഇൻ ടേംസ് ഓഫ് മാസിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോട്ടോണ് ഇലക്ട്രോണിനെ കാട്ടിലും മച്ച് ഹെവിയർ ആണ്. അതായത് ഈ 1836:1 എന്നുള്ളതാണ് പ്രോട്ടോണും ഇലക്ട്രോണും തമ്മിലുള്ള മാസിൻ്റെ അടിസ്ഥാനത്തിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. കറക്റ്റ് ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. സെയിം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ആറ്റംസ് ദാറ്റ് ഹാവ് ദ ഔട്ടർ ഷെൽ എക്സാക്ട്ലി ഫിൽഡ് ആർ കെമിക്കലി ഡാഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആറ്റങ്ങൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം, ഈ പറഞ്ഞ പോലെ ആറ്റം എന്തിനാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്?
നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ പോവുകയാണ്. നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സിനിമയ്ക്ക് പോണ പോലെയാണോ പോവുക? അല്ല. പേന, പെൻസിൽ, അതേപോലെ തന്നെ റബ്ബർ, പുസ്തകം, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുക അല്ലേ. ഇനി നമ്മൾ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്, നമ്മൾ പേന എടുക്കാൻ മറന്നു. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റേബിൾ അല്ലാണ്ടായി. നമുക്ക് സ്റ്റേബിൾ ആവണം. നമ്മൾ എന്ത് ചെയ്യും? അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങും. ഇനി നമ്മുടെ കയ്യിൽ 2 പേന ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 2 പേനയുണ്ട്, എന്തിനും ആവശ്യമില്ലാതെ എക്സ്ട്രാ ആയിരിക്കുന്നത്, അതൊരു സ്റ്റെബിലിറ്റി കളയലായി. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പേന അടുത്തിരിക്കുന്ന ആൾക്ക് നമ്മൾ കടം കൊടുക്കും. ഇനി നമ്മൾ പേന എടുക്കാണ്ടേ പോയിരിക്കുന്നത്, ആ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലും ആകെ ഒരു പേനയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയും, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ പറയട്ടെ, ആദ്യം ഞാനൊരു പോയിന്റ് എഴുതാം, അത് കഴിഞ്ഞിട്ട് നീ ഒരു പോയിന്റ് എഴുത്, നമുക്ക് ഷെയർ ചെയ്ത് ഉപയോഗിക്കാം പേന എന്ന് തീരുമാനമാക്കും. ഇങ്ങനെ ആകുമ്പോഴും എന്തായി? 2 പേരും സ്റ്റേബിളായി, 2ആൾക്കും പേന കിട്ടിയില്ലേ. ഇതേപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കറക്റ്റുള്ള കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കാനുള്ള ഇലക്ട്രോണുകൾ ലഭ്യമല്ലെങ്കിൽ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാറ്റവുമായിട്ട് റിയാക്ട് ചെയ്ത് ഒന്നുകിൽ ഡൊണേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്വീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടോ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ക്ലിയർ ആയല്ലോ? എല്ലാ ആറ്റങ്ങൾക്കും എന്താ വേണ്ടത്? സ്റ്റെബിലിറ്റി വേണം. അതാണ് വേണ്ടത്. നമ്മളെപ്പോലെ തന്നെ ആറ്റത്തിനും എന്താണ് വേണ്ടത്? സ്റ്റെബിലിറ്റി വേണം. അതിന് വേണ്ടിയിട്ടാണ് അത് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെ കെമിക്കലി ആക്റ്റീവായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഈ രാസപ്രവർത്തനത്തിലൊക്കെ പങ്കെടുത്ത് ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിനകത്ത് കംപ്ലീറ്റ്ലി ഇലക്ട്രോണുകൾ ഫില്ലാണെന്ന് വിചാരിക്കുക. പിന്നെ ഇവൻ എന്തിനാണ് ഈ പറഞ്ഞ പോലെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്? പങ്കെടുക്കൂല അല്ലേ? നമ്മുടെ കയ്യിൽ പേനയും പെൻസിൽ ബുക്കൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അടുത്തിരിക്കുന്ന ആളുടെ നിന്ന് വാങ്ങിച്ച് എഴുതണേ? അപ്പോൾ നമ്മൾ വാങ്ങിക്കില്ല. അതേപോലെ തന്നെ ആറ്റമും. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ ഈ പറയുന്ന ആറ്റങ്ങൾ എന്തായിരിക്കും? ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്യാനും സ്വീകരിക്കാനും ഒന്നും നിൽക്കില്ല. അപ്പോൾ അവർ കെമിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനാക്റ്റീവ് ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ആറ്റം അതിൻ്റെ ഷെല്ല്, ഔട്ടർ മോസ്റ്റ് ഷെല്ല് അല്ലെങ്കിൽ വാലൻസ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ അവർ സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റേബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കെമിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. അവരുടെ ഔട്ടർ ഷെല്ല് ഫുള്ളായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളെ ലൂസ് ചെയ്യാനോ ഗൈൻ ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഉള്ള ടെൻഡൻസി അവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ഇലമെൻറ്റുകൾ, അതായത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഔട്ടർ ഷെല്ലുള്ള ഇലമെൻറ്റുകളെ നമുക്ക് എവിടെ കാണാം? പീരിയോഡിക് ടേബിളിൻ്റെ 18ാമത്തെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ മടി പിടിച്ച കുറച്ച് ഇനേർട്ട് ഗ്യാസുകൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസുകൾ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൻ. ഇവരൊക്കെ എന്താണ്? ഇനേർട്ട് ഗ്യാസുകളാണ്, അലസവാതകങ്ങളാണ്. അവർ ഇനാക്റ്റീവാണ്. അവർ ഈ കെമിക്കൽ റിയാക്ഷനിലൊന്നും പങ്കെടുക്കില്ല, അലസരായിട്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ടാണ്. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യം, എ കണ്ടക്ടർ ഈസ് എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് മെനി ഫ്രീ. അതായത് കണ്ടക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ടുള്ള എന്തോ ഒന്ന് ഉള്ളവരാണ്. എന്തുള്ളവരാണ്? ഇലക്ട്രോൺ ആണോ, പ്രോട്ടോൺ ആണോ, ന്യൂട്രോൺ ആണോ, ന്യൂക്ലിയസ് ആണോ? ആദ്യം നമ്മൾ ഇലക്ട്രിസിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം അല്ലേ? കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ? കണ്ടക്ടർ എന്ന് വെച്ചാൽ ബസ്സിൽ പൈസ വാങ്ങുന്ന ആളാണോ? അല്ല. കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തവർ ഇൻസുലേറ്ററുകളാണ് അല്ലേ? ഇൻസുലേറ്ററുകളാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നവരാണെങ്കിൽ എന്താണ്? അവർ കണ്ടക്ടറുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ്ലി ചാർജഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ ഫ്രീ ഫ്ലോയിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് പാസ് ചെയ്യുന്നവരാണ് കണ്ടക്ടർ. ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ ഫ്രീ ഇലക്ട്രോൺ ആണ്. അപ്പം നിങ്ങൾ പറ, കണ്ടക്ടറിനകത്ത് ഫ്രീ ആയിട്ടുള്ളത് ആരാ? ഇലക്ട്രോണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആയല്ലോ? ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അതായത് കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ അലോ ചെയ്യുന്നവരാണ് കണ്ടക്ടറുകൾ. പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഗുഡ് കണ്ടക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണുകൾ വേണം, എന്നാലാണ് അവൻ ഒരു നല്ല കണ്ടക്ടർ ആവുക. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ മെറ്റലുകൾ എന്ന് പറയുന്നത്. മെറ്റൽസ് ഒക്കെ തന്നെയും എന്താണ്? ഇലക്ട്രോണുകളെ എങ്ങനെയെങ്കിലുമൊക്കെ ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ്. ഇലക്ട്രോണുകളെ ലോസ് ചെയ്ത് പോസിറ്റീവ് ചാർജായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് മെറ്റലുകൾ. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആളുകളെ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിളിക്കും.
ഇലക്ട്രോണിനെ ലോസ് ചെയ്ത് പോസിറ്റീവ് ആകണം. അങ്ങനെയുള്ളവരെ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് വിളിക്കും. ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് കണ്ടക്ടറുകൾ. അതിൻ്റെ ഉദാഹരണമാണ് മെറ്റലുകൾ. ഉദാഹരണത്തിന് നമ്മൾ ഹൗസ് ഹോൾഡ് വയറിങ്ങിൽ ഉപയോഗിക്കുന്ന കോപ്പർ, പുറമേയുള്ള വയറിങ്ങിൽ ഉപയോഗിക്കുന്ന അലുമിനിയം, ഇവരൊക്കെ എന്താണ്? കണ്ടക്ടറുകളാണ്. ഇങ്ങനെയുള്ള ഇലക്ട്രോണുകളെ എല്ലാം ഇതിനകത്ത് ലൂസ്ലി പാക്ക്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇവർ നിൽക്കുന്നത്. അങ്ങനെയുള്ള മെറ്റീരിയലുകളാണ് എന്താകുന്നത്? ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയിന് സഹായിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയ ചോദ്യങ്ങൾ ഒട്ടുമിക്കതും എന്തായിരുന്നു? ഈ പറയുന്ന സെയിം ചോദ്യ പേപ്പറിൽ നിന്നും 005/2020 എന്ന് പറയുന്ന ചോദ്യ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ആ ഒരു ചോദ്യ പേപ്പറിൽ തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് 2-3 ചോദ്യങ്ങൾ ചോദിച്ചു പോയി അല്ലേ? അപ്പോൾ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് നമ്മുടെ ചോദ്യം? ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2020 എന്ന് പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആറ്റത്തിൽ ചാർജ് ഇല്ലാത്ത കണം ഏത്? ആറ്റത്തിലെ എല്ലാ കണങ്ങളും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഇവയൊന്നുമല്ല എന്നും തന്നിട്ടുണ്ട്. ഇതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് എന്ന് നമുക്കറിയാം, ഇലക്ട്രോണിന് നെഗറ്റീവ്. ചാർജ് ഇല്ലാത്തവൻ ആരെയുള്ളൂ? ന്യൂട്രോൺ. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ന്യൂട്രോൺ ആണ് അല്ലേ? അപ്പോൾ ന്യൂട്രോണിനെ പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ആറ്റത്തിനുള്ളിലെ ചാർജ് ഇല്ലാത്ത അടിസ്ഥാന കണമാണ് ന്യൂട്രോൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ചാഡ്വിക് ആണ് അല്ലേ? ജെയിംസ് ചാഡ്വിക് 1932 ന്യൂട്രോണുകളെ കണ്ടെത്തുന്നത്. ബെറീലിയം ഷീറ്റുകളെ ബോംബാർഡ് ചെയ്തിട്ട് അതിൽ നിന്നുമാണ് ന്യൂട്രോണിനെ കണ്ടെത്തുന്നത്. ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? ന്യൂട്രോണുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ആറ്റത്തിനകത്തെ നെഗറ്റീവ് ചാർജുള്ള കണമാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന സമയത്ത് ഡൊണേറ്റ് ചെയ്യുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ആരെയാണ്? ഇലക്ട്രോണുകളെയാണ്. പ്രോട്ടോൺ എന്താണ്? ആറ്റത്തിനകത്തെ പോസിറ്റീവ് ചാർജുള്ള കണമാണ്. ആറ്റത്തിൻ്റെ ഐഡന്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആളാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം എടുക്കുക, അതാണ് ആറ്റോമിക് നമ്പർ. ആറ്റത്തിൻ്റെ മാസ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചു, ആറ്റത്തിൻ്റെ മാസ് മുഴുവനും എവിടെയുണ്ട്? ആറ്റത്തിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസിലുണ്ട്. ന്യൂക്ലിയസിൽ ആരൊക്കെയുണ്ട്? പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ മാസ് കിട്ടണമെങ്കിൽ ഇവന്മാരെ രണ്ടുപേരെ അങ്ങോട്ട് കൂട്ടുക, നമുക്ക് മാസ് നമ്പർ കിട്ടും. മാസ് നമ്പറിനെ നമ്മൾ എ എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യമാണ് 7ാമത്തെ ചോദ്യം. 2020 എന്ന് പറയുന്ന ആ ഒരു കോഡ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ടെക്നീഷ്യൻ്റെ എക്സാം ആയിരുന്നു അല്ലേ? അപ്പോൾ എന്താണ് ചോദ്യം? ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ അലുമിനിയം ആറ്റം ഈസ്. അലുമിനിയം ആറ്റത്തിനകത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്ത് എന്ന് നമ്മളോട് ചോദിച്ചാൽ, ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. ഇതിലെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ഉണ്ട്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പോൾ മൊത്തത്തിൽ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്തായി? പോസിറ്റീവ് ചാർജ് ആയേ. പക്ഷെ ആറ്റത്തിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് എന്തെന്ന് നമ്മളോട് ചോദിച്ചാൽ ഇതിനകത്ത് പോസിറ്റീവായിട്ടുള്ള പ്രോട്ടോൺ എത്രയുണ്ടോ അത്ര എണ്ണം തന്നെ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോണും ഉണ്ടേ. അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ എന്തായി? ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രലായി. അപ്പോൾ നമ്മുടെ അലുമിനിയത്തിനകത്ത് എത്രയാണ് അലുമിനിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ 13 അലുമിനിയത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ എത്ര പ്രോട്ടോൺ അലുമിനിയത്തിനകത്ത് കാണും? 13. കാരണം അതാണല്ലോ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രോട്ടോണിൻ്റെ നമ്പർ എടുത്താൽ പോരെ. അപ്പോൾ പ്രോട്ടോൺ 13 അപ്പോൾ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺ എത്ര കാണും? ആറ്റം അയോൺ രൂപത്തിലല്ല നിൽക്കുന്നതെങ്കിൽ, അലുമിനിയം ആറ്റമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനകത്ത് തീർച്ചയായിട്ടും എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്രയും ഇലക്ട്രോൺ തന്നെ കാണും. 13 ഇലക്ട്രോൺ തന്നെ കാണും. ക്ലിയർ ആണല്ലോ? 13 അപ്പോൾ നമ്മുടെ ഉത്തരം. എത്ര പ്രോട്ടോൺ ഉണ്ടോ അത്ര ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ആറ്റോമിക് നമ്പറാണ് അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പൽ നമ്മൾ എഴുതും, എന്നിട്ട് അതിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? അലുമിനിയത്തിൻ്റെ സിമ്പൽ AL ആണ്, അത് 13 ആറ്റോമിക് നമ്പർ. ആറ്റോമിക് നമ്പറിനകത്ത് പ്രോട്ടോണിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. എത്ര പ്രോട്ടോൺ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ഒരു ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം പ്രോട്ടോണിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ 13 എണ്ണത്തിനെ നമ്മൾ 2, 8, 3 എന്നെഴുതും. ഇതിൻ്റെ സബ് ആറ്റോമിക് നമ്മുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും? 1s2. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് 2 എണ്ണമാണ് കൊള്ളുക. ഇനി അടുത്തത് ഒന്നാമത്തേൽ ആകെ എസ് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ എഴുതി, രണ്ടാമത്തിനകത്ത് എസ് 2 ഇലക്ട്രോണ്. പിന്നെ എന്തുണ്ട്? രണ്ടാമത്തെ ഷെല്ലിനകത്ത് പി എന്ന് പറയുന്ന സബ്ഷെല്ല് കൂടി ഉണ്ട് അല്ലേ? അതിനകത്ത് 6 നിറച്ചു. ഇപ്പം മൊത്തം എത്ര എണ്ണമായി? 6, 2, 8, 2, 10 എണ്ണമായി അല്ലേ? ഇപ്പോൾ 10 എണ്ണേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി എത്ര എണ്ണം ഉണ്ട്? 3 ഇലക്ട്രോണും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് എഴുതും?
അതിനെ 3s2 നിറച്ചു. ഇനിയും നമുക്ക് ഒരു ഇലക്ട്രോണും കൂടെ നമുക്ക് ബാക്കിയുണ്ട് അല്ലേ. അപ്പോൾ മൂന്നാമത്തേനകത്ത് എസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് എന്ത് വന്നു? മൂന്നാമത്തേനകത്ത് പി എന്ന് പറയുന്ന സബ്ഷെല്ല് വന്നു, അതിനകത്ത് ഒരെണ്ണവും നിറച്ചു. ഇതാണ് അലുമിനിയത്തിൻ്റെ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ക്ലാസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളതൊക്കെ എങ്ങനെ നമ്മൾ ഫില്ല് ചെയ്യും, എഴുതും എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇവിടെ അലുമിനിയത്തിൻ്റെ മാത്രം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലേ അവിടെ നമ്മൾ പറഞ്ഞു പോകുന്നു. ഇനി നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റുള്ള ആളുകളുണ്ടല്ലോ, ആർഗൻ്റെ ആറ്റോമിക് നമ്പർ 18, പ്രോട്ടോണിൻ്റെ നമ്പറും 18, അപ്പോൾ ഇലക്ട്രോണിൻ്റെ നമ്പറും 18 ആയിരിക്കും. കോപ്പർ 29, അതിൻ്റെ ആറ്റോമിക് നമ്പർ 29 ആയതുകൊണ്ട് പ്രോട്ടോണും ഇലക്ട്രോണും 29. ടെക്നീഷ്യം 43 ആറ്റോമിക് നമ്പർ, അപ്പോൾ പ്രോട്ടോണും ഇലക്ട്രോണും എത്ര വരും? 43 വരും. ക്ലിയർ ആയല്ലോ. 8ാമത്തെ ചോദ്യം, ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. ഇതിനകത്ത് നമുക്ക് 44/2020 എന്നുള്ള UP സ്കൂൾ ടീച്ചറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചേക്കണേ. പക്ഷേ ഏത് സബ്ഷെല്ല് എന്ന് പറയാൻ അവർ മറന്നുപോയി. ഇപ്പോൾ സബ്ഷെല്ലുകൾ ഏതൊക്കെ ഉണ്ട് ഒരാറ്റത്തിനകത്ത്? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട് അല്ലേ. ഇത്രയും സബ്ഷെല്ലുകളാണ് നമുക്ക് ഒരു ഇലക്ട്രോണിനകത്ത് കാണാനായിട്ട് പറ്റുക. അതായത് ഒരു ആറ്റത്തിനകത്തെ ഇലക്ട്രോണുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള മേഖലകളെയാണ് ഈ സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആ ഒരു രൂപം എസ് ആണെങ്കിൽ സ്പിരിക്കൽ ഷേപ്പ് ആയിരിക്കും, പി ആണെങ്കിൽ ഡംബൽ ഷേപ്പ് ആയിരിക്കും. ആ പ്രദേശത്ത് എവിടെയെങ്കിലും നമുക്ക് ആരെ കാണാം? ഇലക്ട്രോണിനെ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ പറയുന്ന സബ്ഷെല്ലുകൾ? എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്, എഫ് ഉണ്ട്. ഈ ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾക്കും ഒരു നമ്പർ ഉണ്ട്. ഇവിടെ നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഏത് സബ്ഷെല്ലാണെന്ന്? ഒരു സബ്ഷെല്ല് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ ഒരു എന്ത് സബ്ഷെല്ലും ആവാലോ, ഈ 4 ഏതും ആവാലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവിടെ നമുക്ക് ഈ ഉത്തരത്തിലേക്ക് ഒന്നും നമുക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായി? ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്. അപ്പോൾ ഈ ചോദ്യം ഡിലീറ്റഡ് ആണെങ്കിലും അവിടുന്ന് പഠിക്കാനുള്ള ഫാക്റ്റ് നമുക്ക് പഠിക്കണം. ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്ക് നോക്കണം. ആദ്യം എസ് സബ്ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. പി സബ്ഷെല്ലിനകത്ത് പരമാവധി 6 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിനകത്ത് പരമാവധി 10 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുക. എഫിനകത്താണെങ്കിൽ മാക്സിമം 14 ഇലക്ട്രോണുകളാണ് ഉൾക്കൊള്ളുക. ഇത് നമ്മൾ അസിമിത്തൽ ക്വാണ്ടം നമ്പറൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന പരമാവധി ഇലക്ട്രോണുകളൊക്കെ കണ്ടെത്തുന്ന ആ ഒരു മേഖലയൊക്കെ ഉണ്ട്. നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് കണക്ക് പോലെയൊക്കെ എഴുതി നമുക്ക് ആ കാര്യങ്ങൾ പഠിക്കാം. ഇവിടെ നമ്മൾ പരമാവധി ഇലക്ട്രോണുകൾ എത്രയുണ്ട്, എത്ര കൊള്ളും എന്നുള്ളത് മാത്രം പഠിച്ചു വയ്ക്കുക. കാരണം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഇവിടെ ചോദ്യത്തിനകത്തും എന്താണ് ഈ 6ഉം 10ഉം 2ഉം 14ഉം കറക്റ്റ് അതെല്ലാം തന്നിട്ടുണ്ട്. പക്ഷേ ഏത് സബ്ഷെല്ല് എന്ന് പറയാൻ അവർ മറന്നുപോയി. അതുകൊണ്ട് അത് ഡിലീറ്റഡ് ആയി. യെസ്. അപ്പോൾ ആറ്റം എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥകൾ അഥവാ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ ചോദ്യം. ഇത് 14/2020 എന്നുള്ള ക്വസ്റ്റ്യൻ കോഡ് ഓൺലൈൻ പരീക്ഷ റെഫ്രിജറേഷൻ മെക്കാനിക് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം? ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഈസ് ദ പ്രഷർ ഡാഷ്. ക്രിട്ടിക്കൽ പ്രഷർ ഓഫ് ലിക്വിഡിൻ്റെ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നതിൽ എന്താണെന്നാണ് ചോദ്യം. അതായത് ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ മുകളിൽ എബോവ് വെച്ച് ലിക്വിഡ് വിൽ റിമൈൻ ലിക്വിഡ് ആണോ? അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ മുകളിൽ ഈ ലിക്വിഡ് എന്ന് പറയുന്നത് എപ്പോഴും ലിക്വിഡായി നിലനിൽക്കും, അത് ശരിയാണോ? അതോ ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ മുകളിൽ ലിക്വിഡ് എപ്പോഴും ഗ്യാസായിട്ട് നിലനിൽക്കും, അതാണോ ശരി? അതോ ലിക്വിഡ് എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ മുകളിൽ ലിക്വിഡ് ഗ്യാസായിട്ട് മാറും, അതാണോ ശരി? അതോ ക്രിട്ടിക്കൽ പ്രഷറിൽ ഈ പറയുന്ന 2 ഫേസും ഗ്യാസും ലിക്വിഡും രണ്ടും ഒന്നിച്ച് കോഎക്സിസ്റ്റ് ചെയ്യുമോ? ഈ 4ൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. എന്താണ്? ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ മുകളിൽ ഒരു ലിക്വിഡായിട്ട് നിലനിൽക്കും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാമെന്ന് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ഒരു ലിക്വിഡ് എന്ന് പറയുന്നത്? നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഒരു ബീക്കറിൽ നമ്മളൊരു സോളിഡിനെ വെച്ചാൽ സോളിഡിലെ ആറ്റങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ക്ലോസ്ലി പാക്കഡ് ആയിട്ട് സെറ്റായിട്ട് ഇങ്ങനെ അറേഞ്ച് ആയിട്ടിരിക്കും അല്ലേ. ഇതാണ് സോളിഡ്. ഒരു ലിക്വിഡിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ അവിടെയായിട്ട് ഇങ്ങനെ ഇത്തിരി ചെറിയ ഗ്യാപ്പോടുകൂടി നിൽക്കും. അങ്ങനെയുള്ളതാണ് എന്താണ് ലിക്വിഡ് അല്ലേ. അതായത് പാർട്ടിക്കിളുകൾ കുറച്ചും കൂടെ അടുത്ത് വന്നു, ആ ഒരു അട്രാക്ഷനും കൂടി വന്നു.
ഗ്യാസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ഇലക്ട്രോൺ ഉണ്ടാവും, ഈ രീതിയിൽ നിൽക്കും. ഇങ്ങനെ അകന്ന് നിൽക്കുമ്പോൾ അതെന്തായി? ഗ്യാസായി. ഇനി നമുക്കൊരു ഗ്യാസിനെ ലിക്വിഡിലേക്ക് മാറ്റണം. നമുക്ക് രണ്ട് മാർഗ്ഗമുള്ളത്. ഒന്നുകിൽ നമുക്കിതിനെ തണുപ്പിക്കാം. തണുപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ഇലക്ട്രോണുകൾക്കൊക്കെ അവരുടെ ആ ഒരു എനർജി, കൈനറ്റിക് എനർജിയൊക്കെ നഷ്ടപ്പെട്ട് അവരെന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ അട്രാക്ഷനൊക്കെ കൂടി അവർ ഇതേപോലെ കുറച്ച് അടുത്തടുത്തടുത്ത് വരും. അങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്കിന് എന്ത് സംഭവിക്കും? ഗ്യാസ് ലിക്വിഡായി. അപ്പം അങ്ങനെ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിനെ ലിക്വിഡാക്കാം. ഇനി രണ്ടാമത്തെ വഴി എന്താ ഉള്ളത്? ബോയിൽസ് ലോ ഒക്കെ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു പിസ്റ്റൺ ഇങ്ങനെ ഘടിപ്പിച്ചിട്ട് ആ പിസ്റ്റൺ നമുക്കിങ്ങനെ അമർത്തിയിട്ട് നല്ല പ്രഷർ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. പ്രഷർ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോണുകളൊക്കെ അടുത്തടുത്തടുത്ത് വരും. അപ്പം എന്തായി? ഗ്യാസ് ലിക്വിഡായി. അപ്പോൾ രണ്ട് മാർഗ്ഗമാണ് നമുക്കുള്ളത്. ഒന്നില്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കുക, അല്ലെങ്കിൽ പ്രഷർ കൂട്ടുക. ഇത് രണ്ടിൽ എന്ത് ചെയ്താലും ഗ്യാസ് ലിക്വിഡാവും. ക്ലിയർ ആയല്ലോ? ഇനി ക്രിട്ടിക്കൽ പ്രഷർ എന്ന് വെച്ചാൽ ഈ ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ താഴെ എന്ത് സംഭവിക്കുന്നു? ഈ ഗ്യാസ് ലിക്വിഡായിട്ട് മാറുന്നു. അതായത് നമ്മളൊരു പിസ്റ്റൺ ഇങ്ങനെ ഘടിപ്പിച്ചുകൊണ്ട് നമ്മളൊരു പാത്രം എടുത്തു, ഒരു ബീക്കർ നമ്മൾ എടുത്തു. ഇതിനകത്ത് നമുക്കൊരു ഗ്യാസ് ഉണ്ട്. ഈ ഗ്യാസിൻ്റെ മണ്ടയ്ക്ക് നമ്മളൊരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ട് നല്ല പ്രഷർ നമ്മളങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് എന്ത് സംഭവിക്കുന്നു? ഇതെല്ലാം കൂടി ഇങ്ങനെ അടുത്ത് വന്ന് ഒരു പോയിന്റിൽ ഈ ഗ്യാസ് അങ്ങോട്ട് ലിക്വിഡായിട്ട് അങ്ങോട്ട് മാറും. ആ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് വിളിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻഡ് ആസ് ദ മിനിമം പ്രഷർ റിക്വയർഡ് ടു ലിക്വിഫൈ എ ഗ്യാസ് അറ്റ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ, അതായത് ഭയങ്കര ചൂടായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ എത്ര പ്രഷർ കൊടുത്താലും എന്താവില്ല. ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണെങ്കിൽ എത്ര പ്രഷർ കൊടുത്താലും നമുക്കിതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഒരു ഗ്യാസിനെ നമ്മളിങ്ങനെ പ്രഷർ കൊടുത്ത് ഒരു മിനിമം പ്രഷർ എത്തുമ്പോൾ ഈ സാധനം ലിക്വിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. ആ പോയിന്റിലുള്ള പ്രഷറിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പ്രഷർ എന്ന് വിളിക്കുക. അതിനെ നമ്മളിങ്ങനെ പി എന്ന് എഴുതിയിട്ട് സബ്സ്ക്രിപ്റ്റ് സി ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? ഒരു സബ്സ്റ്റൻസിന് അതിൻ്റെ മുകളിലേക്ക്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് എന്തായിരിക്കും? ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഒരു സൂപ്പർ ഡെൻസ് ആയിട്ടുള്ള ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് ആണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണെങ്കിലും കുഴപ്പമില്ല. അല്ലാതെ സാധാരണ നമ്മൾ കാണുന്ന ഒട്ടുമിക്ക എല്ലാ ലിക്വിഡുകളും എന്തായിരിക്കും? ഈ പറയുന്ന ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ മുകളിലേക്ക് അതെന്തായിരിക്കും? ലിക്വിഡായിരിക്കും. പിന്നെ അതിൻ്റെ കാട്ടിലും കുറച്ച് വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ അടുത്ത അവസ്ഥയിലേക്ക്, അടുത്ത സ്റ്റേറ്റിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ക്രിട്ടിക്കൽ പ്രഷർ എത്തിക്കഴിയുമ്പോൾ ഇയാൾ ഗ്യാസ് എന്താവും? ലിക്വിഡാകുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഇതിനകത്ത് ഓപ്ഷൻ ഡി തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്കതൊരു സംശയം തോന്നുന്നൊരു ഭാഗമാണ്. സ്പെസിഫിക് കണ്ടീഷൻ വെർ ഓൾ ദ ത്രീ ഫേസസ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ് എക്സിസ്റ്റ് ടുഗദർ ഇൻ ഇക്വിലിബ്രിയം ഈസ് കാൾഡ് ദ ട്രിപ്പിൾ പോയിന്റ് എന്നാണ് വിളിക്കുക. അതായത് ഈ പറയുന്ന സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഇവ മൂന്നും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഈ പറയുന്ന ട്രിപ്പിൾ പോയിന്റ് എന്നാണ് വിളിക്കുക. ക്രിട്ടിക്കൽ പ്രഷർ അല്ല. അതുകൊണ്ടാണ് നാലാമത്തെ ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ട് പോയത്. ഓപ്ഷൻ എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ആയിട്ട് മാറിയത്. അപ്പോൾ ആ ഒരു പാർട്ടിൽ നിന്നും, സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്നും റെലവൻ്റ് ആയിട്ട് ആ ഒരു ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി ചെറിയ രീതിയിൽ നമുക്ക് ലിക്വിഡിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ച ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് സൊല്യൂഷനുകളിൽ ആ ഭാഗം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏത് ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്നു ആ രീതിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കാണ് മിശ്രിതങ്ങൾ. മിശ്രിതങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? മിക്സ്ചറുകളിൽ നിന്നുമാണ് അല്ലേ? അപ്പോൾ അതായത് മിക്സ്ചറുകളുടെ ആ ഒരു സെപ്പറേഷനെ കുറിച്ചിട്ടുള്ള ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് എന്തിൻ്റെ പ്യൂരിഫിക്കേഷന് ഉപയോഗിക്കുന്നതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണ്? ഓർഗാനിക് ലിക്വിഡുകളുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിക് ലിക്വിഡുകളാണ് അല്ലേ? അപ്പോൾ ഓർഗാനിക് ലിക്വിഡുകളെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് ഈ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്? എന്താണ് പരിപാടി എന്ന് പറയുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് സാധാരണ ഉപയോഗിക്കുന്നത് വോളറ്റൈലും നോൺ വോളറ്റൈലുമായിട്ടുള്ള രണ്ട് സംഗതികൾ. ഇതാണ് ഈ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. വോളറ്റൈലും നോൺ വോളറ്റൈലുമായിട്ടുള്ള രണ്ട് ഘടകങ്ങളെ മിക്സ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കാം.
അങ്ങനെയാണെങ്കിൽ ആ സാഹചര്യത്തിൽ വോളറ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താണ്, നമ്മൾ ചൂട് കൊടുത്തു കഴിഞ്ഞാൽ തിളച്ച് ആവിയായിട്ട് പോകുന്ന സാധനങ്ങളാണ് വോളറ്റൈൽ. അതേസമയം ചൂട് എത്ര കൊടുത്തു കഴിഞ്ഞാലും തിളച്ച് ആവിയായിട്ട് പോകാത്ത ആളുകളെയാണ് നമ്മൾ നോൺ വോളറ്റൈൽ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ടാളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഉപ്പുവെള്ളത്തിനകത്തെ ഉപ്പ് നോൺ വോളറ്റൈലാണ്, അതേസമയം വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളറ്റൈലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഉപ്പ് വെള്ളത്തിനെ ഇതുപോലൊരു പാത്രത്തിനകത്താക്കിയിട്ട് നമ്മൾ ചൂട് കൊടുക്കണം. അപ്പോൾ അതിനകത്ത് വോളറ്റൈലായിട്ടുള്ള ആളായിട്ടുള്ള വാട്ടർ എന്ത് ചെയ്യുന്നു, തിളച്ച് മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയിട്ട് എന്ത് സംഭവിക്കുന്നു, കണ്ടൻസറിനകത്തൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കിനും അതെന്താവും, വീണ്ടും തണുക്കും, ലിക്വിഫൈ ആവും അല്ലേ. അങ്ങനെ ലിക്വിഫൈ ആയിട്ട് നമുക്കിവിടെ വാട്ടറിനെ കളക്ട് ചെയ്യാം. ആ സമയത്ത് ഉപ്പ് വോളറ്റൈൽ അല്ലാത്തതുകൊണ്ട് ഉപ്പ് നമുക്കിവിടെ ബാക്കിയായിട്ട് ഇവിടെ റെസിഡ്യൂ ആയിട്ട് കളക്റ്റും ചെയ്യാം. കറക്റ്റ് അല്ലേ? അതേസമയം ഇതേപോലെ തന്നെ ബോയിലിംഗ് പോയിന്റിൽ ഭയങ്കര വ്യത്യാസമുള്ള ആളുകളാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്റ്റിലേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. രണ്ടുപേരും വോളറ്റൈലാണ്, പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ബോയിലിംഗ് പോയിന്റ് ഭയങ്കര വ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമില്ലാത്ത ആളുകളുണ്ടല്ലോ, സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് മിക്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ അവരെ വേർതിരിക്കും? അവിടെയാണ് നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നമ്മളിങ്ങനെ ചൂടാക്കണം, തീ ഇങ്ങനെ കത്തിച്ചു വിട്ടിരിക്കുന്നു. അപ്പം ഇതിനകത്ത് കൂടെ എന്ത് ചെയ്യുന്നു, ഈ വാട്ടർ വേപ്പർ ഇങ്ങനെ പാസ്സായിട്ട് പോകുന്നു. വാട്ടർ വേപ്പർ അല്ല, എന്താണ് ഓർഗാനിക് ലിക്വിഡ്, അത് ഇങ്ങോട്ട് പാസ്സായിട്ട് പോകുന്നു. ഇതിനകത്ത് നമ്മളൊരു ഫ്രാക്ഷണൽ കോളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തിളച്ചു പോകുന്ന ആൾ എന്ത് ചെയ്യുന്നു, ഈ കോളത്തിനകത്തുകൂടെ പാസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ എത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന ബോയിലിംഗ് പോയിന്റിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിലും ഇവരിങ്ങനെ തിളച്ച് മുകളിലേക്ക് പോണ വഴിക്ക് വീണ്ടും അവർ കലരാതെ നമുക്ക് രണ്ട് സെക്ഷനായിട്ട് നമുക്ക് അവരെ എടുക്കാനായിട്ട്, പ്യൂരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, ഇത് സാധാരണ നമ്മൾ പെട്രോളിയത്തിൻ്റെ റിഫൈനിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പെട്രോളിയം കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് പെട്രോളും ഡീസലും മണ്ണെണ്ണയും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാവും അല്ലേ. അതിനെയൊക്കെ കൂടെ നമ്മൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന ആ ക്രൂഡ് ഓയിൽ, അതിനെ നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ ലബോറട്ടറിയിൽ അസറ്റോണും ആൽക്കഹോളും ഇതിനെ രണ്ടിനെയും വേർതിരിക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി ഈ പറയുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്, ഇത് ഈ പറഞ്ഞ പോലെ മിസിബിൾ ആയിട്ടുള്ള, അതായത് പരസ്പരം കലരുന്ന ലിക്വിഡുകൾ, അങ്ങനെ പരസ്പരം കലരുന്ന ബോയിലിംഗ് പോയിന്റിൽ വലിയ വ്യത്യാസമില്ലാത്ത ആളുകളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അതായത് ബോയിലിംഗ് പോയിന്റിലെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരു 25 കെൽവിനൊക്കെ ആയിരിക്കണം. അത്രയും കുറവാണ് വ്യത്യാസമെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിക്കാം. ഓർഗാനിക് ലിക്വിഡുകളിൽ, അതേപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ, ഇതുപോലെ തന്നെ പല മിക്സറുകളും തമ്മിലുള്ള ഒരു റിയാക്ഷനിൽ ഒക്കെ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പല മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കും. മിക്സറുകളെ അതേപോലെ തന്നെ ലിക്വിഡുകളെ ഒക്കെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് വെരി സിമിലർ ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റുകളുള്ള, ചെറിയ പോയിന്റ് വൈസ് വ്യത്യാസമൊക്കെ ആണെങ്കിൽ, ഉദാഹരണത്തിന് ബെൻസീൻ, ടൊളുവിൻ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നു. സിമ്പിൾ ഡിസ്റ്റിലേഷൻ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക, വോളറ്റൈലും നോൺ വോളറ്റൈലും ആയിരിക്കണം, അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ സാഹചര്യങ്ങളിലാണ് സാധാരണ ഡിസ്റ്റിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ആറ്റം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, മിക്സ്ചേഴ്സ്, ഈ 3 ടോപ്പിക്കിൽ നിന്നും 2020 വർഷത്തിൽ PSC ചോദിച്ചിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളെ എല്ലാം തന്നെ ആഡ് ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഒരു PYQ പഠിക്കുന്ന സമയത്ത് ഏത് രീതിയിൽ നമ്മൾ പഠിക്കണമെന്നും, അതുകൂടാതെ നമ്മളിപ്പോൾ ആഡ് ചെയ്തു പോയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നുമുള്ള എക്സ്ട്രാ ഫാക്റ്റുകൾ, ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്